ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഏകദേശം ഒരു മാസം മുമ്പ് ജിയോ മച്ചാൻ്റെ ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് ഏകദേശം ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ പുതിയ വല്ല ഫോട്ടോയും കിട്ടുമെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഫോട്ടോ കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കൂടി നമ്മൾ ഈ ഫോട്ടോനെ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി മാറ്റാൻ പോവാണ്. നോമാണ് ജ്യോതിഷരത്നം പൂമേനിയില്ലത്ത ബ്രഹ്മശ്രീ ബിജു ബ്രാഹ്മണൻ. ദാരിദ്ര്യം പറയല്ല കേട്ടോ. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണും അമർത്തണം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നല്ല കട്ട താടിയാണ്. അത് കിട്ടുമെന്നറിയാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷെ നമുക്ക് വേണ്ട തരത്തിലുള്ള താടിയൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ താടി നമ്മളിതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നരച്ച താടിയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കറുപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബ്രൈറ്റ്നസ്സും കളറൊക്കെ കുറച്ചിട്ട് നമ്മൾ മച്ചാന് വെച്ച് കൊടുക്കാൻ പോവാണ്. നമ്മൾ ആഡ് ചെയ്ത് താടിയുടെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് മേലെ ഇറേസറിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്ന PNG ഇമേജിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതിയാവും. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ വേറൊരു ഫോട്ടോയും കൂടി കിട്ടിയിട്ടുണ്ട്. ഈ കുപ്പായാണ് നമ്മളെ ജിയോ മച്ചാന് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കറക്റ്റ് മാച്ച് ആവുന്ന രീതിയിൽ ഇതേപോലെ മുകളിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഓസ്പാസിറ്റി കുറച്ചിട്ടും കൂട്ടിയിട്ടും കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിത് മേലെ മാച്ച് ആവുന്ന രീതിയിൽ വെച്ചതിന് ശേഷം മൊത്തത്തിൽ അങ്ങ് മായ്ച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം പെൻസിലിൻ്റെ ഐക്കൺ ഉപയോഗിച്ചിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ആ ചിത്രം തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കുപ്പായ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഇതേപോലെ വരച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സന്യാസിയുടെ കുപ്പായം ജിയോ മച്ചാന് വന്ന ഒരു ഫീൽ കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ജിയോ മച്ചാൻ ഇട്ടിട്ടുള്ളത് റബ്ബർ ചെരുപ്പാണ്. അപ്പോൾ ആ ചെരുപ്പ് നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റണം. അതിനുവേണ്ടി ടൂൾസിൽ റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റുന്ന സ്ഥലങ്ങൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ തന്നെ ഏകദേശം ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നമുക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ചെരുപ്പ് മാറ്റിയതിന് ശേഷം നമ്മുടെ ഗാന്ധിജിയൊക്കെ ഉപയോഗിച്ചിരുന്ന പോലെ ആ പലക കൊണ്ടുള്ള ഷൂ ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ ബ്രൈറ്റ്നസ് കൂട്ടണം കുറക്കണം എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിക്സാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടു നോക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ പറയുകയാണെങ്കിൽ വല്ലാണ്ട് ലെങ്തായി പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചുരുക്കി പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ പിക്സാർട്ടിൽ ചിത്രം വരയ്ക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് നിഴൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ ബ്ലാക്ക് പെയിൻറ് എടുത്തതിന് ശേഷം കുറച്ച് ഇതേപോലെ വരച്ചു കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ള സംഭവങ്ങളാണ് മാല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഗൂഗിളിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ ആണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മാലയായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഇമേജൊക്കെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സന്യാസിയുടെ ഫോട്ടോ നമ്മൾ ഒന്നും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വയസ്സായ ആളെ മാറ്റിയിട്ടാണ് ജിയോ മച്ചാനെ വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റിമൂവ് ചെയ്ത് കളയാൻ പോവാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് പുറകിലിരിക്കുന്ന ആളെ കാണാത്ത തരത്തിൽ ആ ചിത്രത്തിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഫോട്ടോ എന്ന് പറയുന്നത് കുറച്ച് അധികം സൂര്യപ്രകാശമുള്ള സമയത്ത് എടുത്ത ഫോട്ടോ ആയതുകൊണ്ട് ആ ഒരു തെളിച്ചം ബാക്ക്ഗ്രൗണ്ടിൽ കൂടി കൊടുത്താൽ മാത്രമേ ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ബാഗിനും മരത്തിൻ്റെ വേരിനും ഇലകൾക്കെല്ലാം ആ ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ജിയോ മച്ചാൻ ഒരു നാടകക്കാരനാണ് എന്നുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് എത്രത്തോളം വർക്കായി എന്നറിയില്ല. ഇനി നമ്മുടെ
പുറകിലുള്ള മതിൽ വെക്കാൻ വേണ്ടി കുറച്ച് പായലും പൂപ്പലൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ ഇതേപോലെ സെർച്ച് ചെയ്തതിന് ശേഷം അവസാനം PNG എന്നും കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഇമേജസിനൊന്നും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വെറുതെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് കൊണ്ടുപോയി വെച്ചാൽ മതിയോ. ഇനി നമ്മൾ ഇതാ ഒരു മഞ്ഞ കളർ ചിത്രം ഇതേപോലെ ഫ്രണ്ടിൽ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചു. എന്നിട്ട് അത് മായ്ച്ചു കളയാണ്. ഇനി ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം പെൻസിലിൻ്റെ ഐക്കൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പഴയ ഫോണിലാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് സമയത്ത് എന്ത് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സ്റ്റോപ്പായി പോവുകയാണെങ്കിൽ ആദ്യം മുതൽ തന്നെ എഡിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം സേവ് ചെയ്യാൻ പോകുന്ന മൊമെൻറ്റിലാണ് ഇങ്ങനെ എഴുതി കാണിക്കുക. ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണം. എങ്ങനെ ഇരിക്കണം? അപ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഫോട്ടോയും വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനേക്കാളും മികച്ച ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതിലേക്കും ബൈ ബൈ.